സമകാലിക രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ബി.ജെ.പിയിൽ നിന്ന് പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിയ സംഭവങ്ങൾ കേരളത്തിൽ അത്യപൂർവമായിരുന്നു. എന്നാൽ ഈ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് 2024 നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി.ജെ.പി RSS ബാന്ധവം ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്രത്തെ പരിപൂർണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ എന്ന യുവ നേതാവ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇത് ബി.ജെ.പി ക്യാമ്പിന് കനത്ത ആഘാതമായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടാക്കുവാൻ സന്ദീപിന്റെ ഈ ചൂടുമാറ്റം കാരണമായി തീർന്നു. അതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സന്ദീപ് വാര്യർ ഒരു കാരണവശാലും വിജയിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയും ബി.ജെ.പിയും RSSും പുലർത്തുന്നുണ്ട്. സന്ദീപ് ഏതു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും അദ്ദേഹത്തിന്റെ പരാജയം ഉറപ്പുവരുത്തുവാനായി CPMന് അനുകൂലമായി വോട്ട് മറിക്കണമെന്ന അനൗപചാരിക തീരുമാനം പോലും ബി.ജെ.പി ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം സന്ദീപിന്റെ വിജയം അവർ കാംക്ഷിക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. കാരണം അത്രമാത്രം നിശിതമായ ഭാഷയിലാണ് CPMനും അവരുടെ പൊള്ളത്തരങ്ങൾക്കുമെതിരെ സന്ദീപ് വാര്യർ പൊതുയോഗങ്ങളിലും മാധ്യമ ചർച്ചകളിലും ആഞ്ഞടിക്കുന്നത്. ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി മാസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായി മാറുവാനും സന്ദീപ് വാര്യർക്ക് സാധിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ സന്ദീപ് പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിലെല്ലാം വലിയ രീതിയിൽ ആളുകളെ ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. സന്ദീപ് പങ്കെടുക്കുന്ന മാധ്യമ ചർച്ചകളിൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുവാനും സന്ദീപിന് തന്റെ വാക്ചാതുര്യം കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമര പരിപാടികളിൽ സന്ദീപിന്റെ സാന്നിധ്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണെന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു സമരമുഖത്തേക്ക് എത്തിയാൽ ഉദ്ഘാടനം ചെയ്ത് മടങ്ങുന്ന പതിവ് സന്ദീപ് വാര്യർക്കില്ല. നേരെ മറിച്ച് ഉദ്ഘാടനത്തിന് ശേഷം ആ പ്രതിഷേധ പരിപാടിയിൽ സജീവമായി പങ്കുകൊണ്ട ശേഷമായിരിക്കും സന്ദീപ് മടങ്ങുക. ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേവസ്വം ഓഫീസ് മാർച്ചിൽ വളരെ സജീവമായി തന്നെ ഉദ്ഘാടകനായ സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നു. തുടർന്ന് നടന്ന പ്രക്ഷോഭത്തിൽ പോലീസുമായി നടന്ന സംഘടനത്തിലടക്കം മുൻനിരയിൽ നിന്ന് പ്രതിരോധം തീർത്ത വ്യക്തി കൂടിയാണ് സന്ദീപ് വാര്യർ. പോലീസിന് നേരെ സന്ദീപ് നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി സന്ദീപിനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അദ്ദേഹം കൊട്ടാരക്കര ജയിലിൽ ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ നിയമസഭയിൽ എത്തരുതെന്ന് CPMും ബി.ജെ.പിയെ പോലെ ആഗ്രഹിക്കുന്നത്. എന്നാൽ CPMന്റെയും ബി.ജെ.പിയുടെയും ഈ നീക്കത്തെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കുവാനാണ് UDF നേതൃത്വം തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സന്ദീപിന്റെ പാർട്ടിയായ കോൺഗ്രസ് മാത്രമല്ല, സന്ദീപിനെ നിയമസഭയിൽ എത്തിക്കണമെന്ന വാശി കോൺഗ്രസ് കഴിഞ്ഞാൽ UDFിലെ ഏറ്റവും ശക്തരായ ഘടകകക്ഷികളായ മുസ്ലിം ലീഗിനുമുണ്ട്. അതിനാൽ തന്നെ സന്ദീപിന് മത്സരിക്കുവാൻ വേണ്ടി കൃത്യമായ ഒരു മണ്ഡലവും ഇതിനോടകം തന്നെ അവർ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല എന്ന UDFിന്റെ കരുത്തുള്ള കോട്ടയിൽ, മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിലാണ് സന്ദീപിനെ 2026 UDF മത്സരത്തിനിറക്കുവാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഇപ്പോൾ UDFിന്റെ പ്രതിനിധികളാണുള്ളത്. എന്നാൽ ഇത്തരത്തിൽ UDFിന്റെ ഏതെങ്കിലും ഒരു സിറ്റിംഗ് സീറ്റിൽ നിന്നാവില്ല സന്ദീപ് മത്സരത്തിനിറങ്ങുക. നേരെ മറിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഹാട്രിക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മണ്ഡലത്തിലായിരിക്കും ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സന്ദീപിനെ കോൺഗ്രസ് ഫീൽഡ് ചെയ്യുവാൻ പോകുന്നത്. ഈ മണ്ഡലം ഏതാണ് എന്ന് പറഞ്ഞാൽ നിലവിൽ മുൻ മന്ത്രി കൂടിയായ KT ജലീൽ പ്രതിനിധാനം ചെയ്യുന്ന തവനൂർ മണ്ഡലമാണ്. KT ജലീലിനെ സംബന്ധിച്ച് 2006 PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹം മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 2016 2021 തുടർച്ചയായി വിജയിച്ചു പോന്ന മണ്ഡലമാണ് തവനൂർ. 2011 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന, ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന, മുൻ DCC അധ്യക്ഷനായിരുന്ന VV പ്രകാശിനെയാണ് 7000-ഓളം വോട്ടുകൾക്ക് KT ജലീൽ പരാജയപ്പെടുത്തിയത്. എന്നാൽ 2016 ആയപ്പോഴേക്കും ഇടതു തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ തന്റെ ഭൂരിപക്ഷം 17,000-ലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ KT ജലീലിന് സാധിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും KT ജലീലിന്റെ പരാജയം ഉറപ്പാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് രൂക്ഷമായ വിമർശനമുണ്ടായിട്ട് പോലും ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിലിനെ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് ഫിറോസ് കുന്നുംപറമ്പിൽ മത്സരിച്ചതും ആവേശകരമായ പോരാട്ടം കാഴ്ചവെച്ചതും. എന്നാൽ ഇടതു തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ കേവലം 2500-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ KT ജലീൽ തുടർച്ചയായ 3-ാം വട്ടവും തവനൂരിൽ നിന്ന് വിജയിച്ചു കയറുകയായിരുന്നു. UDFിനെ സംബന്ധിച്ച് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരുപോലെ ശത്രുവാണ് KT ജലീൽ. PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയ KT ജലീൽ എല്ലാ ഘട്ടത്തിലും മുസ്ലിം ലീഗിനെതിരെ കനത്ത ആക്രമണമാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടി നടത്താറുള്ളത്. പാണക്കാട് കുടുംബത്തെ പോലും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന KT ജലീലിന്റെ ശൈലിയോട് മുസ്ലിം സമൂഹത്തിനിടയിലും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സന്ദീപ് വാര്യരെ പോലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ KT ജലീലിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസും UDFും കണക്കുകൂട്ടുന്നത്. സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥി സാധ്യതകൾ പരിഗണിക്കുന്നതിന് മുമ്പായി KT ജലീലിനെതിരെ ഈ സീറ്റ് ലീഗ് ഏറ്റെടുത്തുകൊണ്ട് PK ഫിറോസ് എന്ന യുവ നേതാവിനെ മത്സരത്തിനിറക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു.
അതിനാൽ തന്നെ പി കെ ഫിറോസിനെതിരെ കനത്ത ആക്രമണവും കടുത്ത ആരോപണങ്ങളുമായി ഏതാനും മാസങ്ങളായി കെ ടി ജലീൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. കെ ടി ജലീൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പറയുന്നത് പോലെ ഇത്തവണ താൻ മത്സരത്തിനുണ്ടാവില്ല എന്ന പല്ലവി ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ജലീലിന്റെ പശ്ചാത്തലം അറിയുന്നവർക്കറിയാം, ജലീൽ ഒരു പതിവ് വാചകം പോലെ ഇത് പറയുന്നുണ്ടെങ്കിലും CPM-ന് ജലീൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തന്നിലേക്ക് സ്ഥാനാർത്ഥിത്വം സ്വാഭാവികമായി എത്തിച്ചേരുമെന്ന കണക്കൂട്ടലിലാണ് ജലീൽ ഇപ്പോൾ മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 2006-ൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരത്തിനിറങ്ങുമ്പോൾ കെ ടി ജലീലിനുണ്ടായിരുന്നത് വലിയൊരു ആദർശധീരന്റെ പരിവേഷമായിരുന്നു. എന്നാൽ ഇന്ന് കെ ടി ജലീൽ ആ ജലീൽ അല്ല എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. ഖുറാനിലൂടെ സ്വർണം കടത്തിയെന്ന ഗുരുതരമായ ആരോപണങ്ങൾ വരെ കെ ടി ജലീൽ നേരിട്ടിട്ടുണ്ട്. CPM-ഉം BJP-യുമായി നടത്തിയ ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ജലീലിനെതിരെയുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതെന്ന് പോലും രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യരെ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരത്തിൽ ഇറക്കിയാൽ കോൺഗ്രസിന് ഉറപ്പായും ഇവിടെ വിജയിച്ചു കയറുവാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന BJP-യും RSS-ഉം പോലും നിസ്സഹായരാകുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. കാരണം തവനൂർ എന്ന മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും വോട്ട് ബേസും പരിശോധിച്ചു നോക്കിയാൽ ഈ മണ്ഡലത്തിൽ BJP-ക്കോ RSS-നോ കാര്യമായി ഒന്നും ചെയ്യുവാനില്ല. സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയും അതിന് മുസ്ലിം ലീഗ് നൽകുന്ന ഉറച്ച പിന്തുണയിലൂടെയും ന്യൂനപക്ഷ വോട്ടുകൾ സന്ദീപിന് അനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഭൂരിപക്ഷ വോട്ടുകളെയും ആകർഷിക്കുവാൻ സന്ദീപിനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് സാധിക്കും. അങ്ങനെ വന്നാൽ തങ്ങളുടെ കടുത്ത വിമർശകനായ കെ ടി ജലീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1.5 പതിറ്റാണ്ട് കാലമായി ശക്തമായ വേരോട്ടമുണ്ടായിട്ടും തങ്ങൾക്ക് കൈവിട്ടു പോയിരിക്കുന്ന തവനൂർ മണ്ഡലം തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്. നമുക്കറിയാവുന്നതുപോലെ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവിനോട് അടുത്തു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി ചരടുവലികൾ നടത്തിയതും ലീഗ് നേതൃത്വവുമായി ആദ്യഘട്ടത്തിൽ ആശയവിനിമയം നടത്തിയതും KC വേണുഗോപാൽ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ യുവ നേതാക്കളെല്ലാം ഇപ്പോൾ KC വേണുഗോപാലിന്റെ പാളയത്തിലേക്ക് അടുക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. VD സതീശനുമായി ഇടഞ്ഞ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം ഇപ്പോൾ KC വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ സന്ദീപ് വാര്യരും കൂടി ഈ ടീമിന്റെ ഭാഗമായി വരുമ്പോൾ വരാനിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ പുതുതലമുറ ഏതാണ്ട് 100% KC വേണുഗോപാലിനൊപ്പം അണിനിരക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിൽ ദൃശ്യമാകുന്നു. സന്ദീപ് വാര്യരെ പോലൊരു നേതാവിനെ കോൺഗ്രസിൽ നിർണായക പദവികൾ നൽകി നിലനിർത്തുന്നതിൽ KC വേണുഗോപാൽ വഹിച്ച പങ്ക് ഏറെ സ്തുത്യർഹമാണെന്ന കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന KPCC ഭാരവാഹി പട്ടികയിൽ KPCC ജനറൽ സെക്രട്ടറിയായി സന്ദീപ് വാര്യർ ഇടം നേടുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ്. KC വേണുഗോപാലിന്റെ നോമിനിയായിട്ട് തന്നെയാണ് സന്ദീപ് വാര്യർ KPCC പട്ടികയിലും ഇടം നേടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവും എല്ലാ ഘട്ടത്തിലും സന്ദീപ് വാര്യരുമായി വലിയൊരു ആത്മബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിലായിരുന്നിട്ടും അവിടെ നിന്ന് കൊട്ടാരക്കരയിലെത്തി സന്ദീപിനെ ജയിലിൽ സന്ദർശിക്കുവാനും രാഹുൽ മാങ്കൂട്ടം സമയം കണ്ടെത്തിയത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ കോൺഗ്രസിനുള്ളിൽ ശക്തനാകുന്നത് അദ്ദേഹത്തിനൊരു അനുകൂല ഘടകമാണ്. ഏതെങ്കിലും വിധേന 2026-ൽ പാർട്ടി മത്സരിക്കുവാൻ അവസരം നൽകിയാൽ തന്റെ പ്രചാരണത്തിന് സന്ദീപ് വാര്യരുടെ സാന്നിധ്യം മുതൽക്കൂട്ടാകുമെന്ന തിരിച്ചറിവ് രാഹുൽ മാങ്കൂട്ടത്തിനുമുണ്ട്. അതിനാൽ തന്നെ രാഹുലും ഷാഫിയും അടങ്ങുന്ന കോൺഗ്രസിന്റെ യങ് ബ്രിഗേഡ് സന്ദീപ് വാര്യരുടെ വരവിനെ ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ആവേശത്തോടുകൂടി വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ BJP-യും CPM-ഉം ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ പുഷ്പം പോലെ അതിജീവിച്ച് 2026-ലെ കേരള നിയമസഭയിൽ സന്ദീപ് വാര്യർ UDF നിരയിൽ ഒരംഗമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിന്ദു ഹൃദയ വികാരങ്ങളെ കൂടി ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി ആകർഷിക്കുവാൻ കഴിയുന്ന സന്ദീപ് വാര്യർ തീർച്ചയായും ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രഭവ കേന്ദ്രമായി സന്ദീപ് വാര്യർ വളർന്നു വരുമെന്ന ചിന്ത പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.